മോർണിംഗ് വാക്കിന് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഒരുപക്ഷെ വൈകുന്ന പ്രേക്ഷകർക്കായി പറയാം. നമ്മൾ ഇന്ന് വൈപ്പിൻ വാക്വേയിലാണ്. വൈപ്പിനിലെ വളരെ സുന്ദരമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ ജങ്കാർ സർവീസ് ഒക്കെ ഏതാണ്ട് ഓണായി വരുന്നുണ്ട്. നമ്മുടെ മറുകരയിൽ ഒരു ജങ്കാർ നിർത്തിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സർവീസ് ആരംഭിക്കാൻ സമയമായി തോന്നുന്നു. ഞാൻ ആ പൂച്ചയെ കൂടെ ശ്രദ്ധിക്കുകയായിരുന്നു. പൂച്ചയെ വെറുതെ വിട്ടേച്ചി പാവം പൂച്ച. അല്ല, പൂച്ച പാവമായതുകൊണ്ടാണല്ലോ നമ്മൾ എങ്ങനെ വന്ന് അവിടെ നിൽക്കുകയും കുറെ നേരമായിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ എന്തൊക്കെയോ കണ്ടെത്താൻ ആള് ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ മണം പിടിച്ചു കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിഞ്ചർ ക്യാറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പൂച്ചയാണത്. ഓറഞ്ച് നിറത്തിലുള്ള. നമുക്ക് അടുത്തൊരു വാർത്ത, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകർ അറിയിക്കണ്ടേ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലേക്ക് യാത്ര പോകുന്നു. 43 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവിടെ കുവൈറ്റ് ഭരണാധികാരികളുമായി കൂടിക്കാഴ്ചകളുണ്ട്. ഒപ്പം ഇന്ത്യൻ സമൂഹത്തെയും അവിടെ അഭിസംബോധന ചെയ്യും നരേന്ദ്രമോദി എന്നറിയുന്നു. ബൽറാമിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ബൽറാം, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു 4 ദശകത്തിന് ശേഷം, 4 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിനെ സന്ദർശിക്കും. ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ച. എന്തൊക്കെയാണ് അജണ്ട? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം കുവൈറ്റിലേക്ക് പുറപ്പെടും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കുവൈറ്റിലെ അമീരി ടെർമിനൽ അദ്ദേഹം വിമാനം ഇറങ്ങുക. തുടർന്നാണ് അദ്ദേഹത്തിന്റെ കുവൈറ്റിലെ പരിപാടികൾ ആരംഭിക്കുക. ക്രിസ്റ്റീനയും പ്രജിനും സൂചിപ്പിച്ച പോലെ തന്നെ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. 1981 ഇന്ദിരാഗാന്ധി സന്ദർശിച്ച ശേഷം 43 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇന്ത്യൻ സമൂഹവുമായി നേരിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. വൈകുന്നേരം ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിലെ കമ്മ്യൂണിറ്റി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഗൾഫ് സ്പീക്ക് ലേബർ ക്യാമ്പും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകതയാണ്. നാളെയാണ് അദ്ദേഹത്തിന്റെ ഔപചാരികമായ മറ്റ് കൂടിക്കാഴ്ചകൾ മറ്റും നടക്കുക. കുവൈറ്റ് അമീറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടാതെ ഭരണാധികാരിയായും കിരീടാവകാശിയായും നിലവിലെ ഭരണാധികാരിയായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള കരാറുകൾ ഉൾപ്പെടെ ഈ സന്ദർശനത്തിൽ ഒപ്പുവെക്കുന്നുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകർ ഹ്യൂസ്റ്റണിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ബ്യൂറോയിൽ നിന്നാണ്, 24 ഹ്യൂസ്റ്റൺ ബ്യൂറോയിൽ നിന്ന് ജിതൻ എബ്രഹാം വിൽസൺ. 2 പേർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് ശേഖർ നമ്മുടെ ക്യാമറാമാനാണ്, ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മനോഹര ദൃശ്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. ഇനി ബീന ജയ്, ഉള്ളിക്ക് പൊള്ളുന്ന വിലയാണ് എന്ന് പറയുന്നു. സത്യമാണ്. കിലോയ്ക്ക് 74 മുതൽ 80 രൂപയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോ പ്രേക്ഷകരുടെ കമന്റ്സ് കാണുന്നുണ്ട്. നമുക്ക് അടുത്ത റിപ്പോർട്ട് കൂടി കൊടുക്കാം പ്രേക്ഷകരിലേക്ക്. നവീകരണം പൂർത്തിയാക്കിയ തൃശൂർ പുരാവസ്തു മ്യൂസിയം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ തീമാറ്റിക് സങ്കല്പത്തിൽ 14 ഗാലറികളാണ് ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ കൊച്ചി രാജവംശത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായ വടക്കേച്ചിറ കോവിലകമാണ് ഇന്നത്തെ പുരാവസ്തു മ്യൂസിയം. വിവിധ കാലങ്ങളിലായി രാജവംശം ശേഖരിച്ച പുരാവസ്തുക്കൾ 1948 വരെ തൃശൂരിലെ ചിത്രശാലയിലെ ആർട്ട് ഗാലറിയിലാണ് സൂക്ഷിച്ചത്. പിന്നീട് ചെമ്പൂക്കാവ്, കൊല്ലങ്കോട് കോവിലകത്തേക്ക് മാറ്റി. ഇവയെല്ലാം ശേഖരിച്ച് ഇന്നത്തെ മ്യൂസിയം തുടങ്ങിയത് 2005-ൽ. ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ മ്യൂസിയമാണ് നവീകരിച്ചത്. നവീകരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശ് എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു. ഒരുപക്ഷെ ഭാരതത്തിലാകമാനം നടക്കുന്ന ഇത്തരം ഉയർത്തെഴുന്നേൽപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നത് എൻ്റെ ഈ മേഖലയിലുള്ള ജീവിതത്തിന് വലിയ ഒരു തിളക്കമാണ് ചാർത്തിത്തരുന്നത്. വിവിധ സംസ്കാരങ്ങളുടെ അടയാളമായ ഹാരപ്പ, കർണൂൽ, അരിക്കമേട്, ഗാന്ധാര, ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച പുരാവസ്തു ശേഖരങ്ങളാണ്
മ്യൂസിയത്തിന്റെ വലിയ പ്രത്യേകത. ഇതുകൂടാതെ 14 തീമാറ്റിക് ഗാലറികളിലായി 1000-ലധികം അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ ശില്പങ്ങൾ, നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയും മ്യൂസിയത്തിലുണ്ട്. ഇടവേളയ്ക്കു ശേഷം വീണ്ടും മ്യൂസിയം തുറന്നതോടെ ആദ്യ ദിനം തന്നെ നിരവധി പേർ സന്ദർശനത്തിനെത്തി. ദിവസേന രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. 24 തൃശൂർ. പ്രജിൻസി കണ്ണൻ, ക്രിസ്മസ് സമയമാണ് അല്ലേ? ഇവിടെ നമ്മുടെ പിന്നിലൊരു ദേവാലയമുണ്ട്, ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാറുകളുണ്ട്, അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നാടൊരു ക്രിസ്മസ് മൂഡിലാണ്. പിന്നെ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. അതിമനോഹരം. ആത്മചൈതന്യം നമ്മളിലേക്കൊക്കെ നിറയുന്നുണ്ട്. അപ്പോ മനോഹരമായ പാട്ടിന് നന്ദി. അപ്പൊ നമുക്ക് ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്രിസ്മസ് അവധിക്കാലം. ആഘോഷങ്ങൾ, അതെ, ക്രിസ്മസ് അവധിക്കാലം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് സ്കൂളുകൾ പലർക്കും പൂട്ടിയത്. അപ്പോൾ ഒരു അവധിക്കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറെ ഉത്സവ എന്താണ് പറയാ സീസൺ കൂടിയാണെന്ന് പറയാം അല്ലെ. ഫ്ലവേഴ്സും 24 എങ്ങനെയാണ് ഈ ക്രിസ്മസ് അവധിക്കാലത്തിൽ ഈ ആഘോഷങ്ങളിൽ പങ്കാളികളാവുന്നത് എന്ന് കൂടി അറിയുക. ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ വിസ്മയ കാഴ്ചകളുമായി ഫ്ലവേഴ്സും 24ഉം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമവും ചേർന്നൊരുക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് കൊടിയേറിയിരിക്കുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന വർണ്ണ വിസ്മയങ്ങളുടെ ഉത്സവത്തിന് ആശ്രമം പ്രസിഡന്റ് ചൈതന്യ ജ്ഞാന തപസ്വി, ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം ആഘോഷമാക്കാൻ ശാന്തിഗിരി ഒരുങ്ങി. 1,00,000 ചതുരശ്ര അടിയിൽ വൈവിധ്യമാർന്ന പൂക്കളുടെ ദൃശ്യവിരുന്നാണ് സന്ദർശകർക്കായി ശാന്തിഗിരി ഫെസ്റ്റിൽ കാത്തിരിക്കുന്നത്. നക്ഷത്രവനം, വൈൽഡ് ഗാർഡൻ, സ്നോ ഹൗസ്, ബോഗൺവില്ല വില്ലേജ്, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റ് എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമാകും. പുതുവത്സരം, ക്രിസ്മസ് എപ്പോഴും എല്ലാവർക്കും സന്തോഷം ആകുന്ന തരത്തിൽ, എല്ലാവരെയും തൃപ്തരാക്കുന്ന തരത്തിൽ, അത് കുഞ്ഞുങ്ങളെയും അതുപോലെ മുതിർന്നവരെയും എല്ലാവർക്കും ഒരുപോലെ കാഴ്ച ഒരുക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ജനുവരി 19 വരെയാണ് 1 മാസം നീളുന്ന മെഗാ ഷോ. സൂപ്പർ ബാൻഡുകളുടെ മ്യൂസിക് റിയാലിറ്റി ഷോയും സിനിമാ സീരിയൽ പ്രവർത്തകരുടെ പങ്കാളിത്തവും ഫെസ്റ്റിവലിൽ ഉണ്ടാകും. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 11 മണി വരെയാണ് ഫെസ്റ്റിവലിലേക്കുള്ള പ്രവേശനം. It's the season to be jolly, la 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 la. Home the horns with my letter, la 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 la. 24 തിരുവനന്തപുരം. അപ്പോ മനോഹരമായ കാഴ്ച, അതിമനോഹരമായ കാഴ്ച ഇങ്ങനെ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോ ഒപ്പം തന്നെ നമ്മൾ ആ സ്റ്റോറിയും കേൾക്കുന്നുണ്ടായിരുന്നു. നല്ല ദോശ, ചായ ഒക്കെ കിട്ടി എങ്ങനെ ഇരിക്കും? 2 പേർക്കും ചായ എടുക്കട്ടെ എന്ന് റീന സതീശൻ ചോദിക്കുകയാണ്. ആരിഫ് എം വി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ഡ്രോപ്പ് അത് ഗുഡ് മോർണിംഗ് പറയുന്നു. അബ്ദുള്ള AK, ബിജിത് കുമാർ. വസന്തകുമാരി ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം ഇന്ന് ചെന്നലോട് സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഹാളിൽ നടക്കുന്നു. അവർക്കും രക്ഷിതാക്കൾക്കും ഒരു ആശംസ നൽകാമോ എന്ന് ചോദിക്കുന്നു. പിന്നെന്താ, എല്ലാ കൂട്ടുകാർക്കും, കൊച്ചു കൂട്ടുകാർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. നന്നായി ചെയ്യുക, വിജയിച്ചു വരിക. അതെ. അപ്പോ നമ്മുടെ പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നുണ്ട്, പ്രകൃതിയും അതായത് കാക്കകളും കൂടെ പാടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. ബീന ജയ്, സൗണ്ട് ഒരു രക്ഷയില്ല. പ്രജിന്റെ പാട്ടിന് എങ്ങനെ ഇത്ര ഭംഗിയായി തണുപ്പത്ത് പാടാൻ പറ്റുന്നു എന്ന് വിജയൻ ചോദിക്കുന്നു. മിനി ബാബു ചേച്ചിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്, പ്രജിന് ഒരു സ്പെഷ്യൽ കേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീജ MK പാട്ട് സൂപ്പർ. ഹരിദാസ് ഇവരെല്ലാവരും പറയുന്നുണ്ട് ഈ പാട്ട്. താങ്ക് യു എല്ലാവർക്കും നന്ദി സ്നേഹത്തിന്. അപ്പോ നമുക്ക് ഇവിടുന്ന് നേരെ സന്നിധാനത്തേക്ക് പോയാലോ? പോകാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമല സന്നിധാനത്ത് ആൾക്കാരുടെ തിരക്ക്, ഭക്തജനങ്ങളുടെ തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ തിരക്ക് കൂടുമ്പോൾ കൂടുതൽ പോലീസ് സേനയും സജ്ജമാവേണ്ടതായിട്ടുണ്ട്. ഇന്ന് 2400 പേരുടെ ഒരു പോലീസ് സേന കൂടി അധികമായി അവിടെ എത്തുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്നും ചേരുന്നത്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് തിരക്ക് കൂടി വരുന്നു. ഇന്നിപ്പോൾ പോലീസിന്റെ അധിക ബാച്ച് കൂടി വരേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ എന്താണ് അതിന് പുതിയ ക്രമീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ നിലവിൽ ഈ സീസണിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് വിവരം? കൃഷ്ണ, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെയുള്ള തീർത്ഥാടനകാലം ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിലവിൽ സന്നിധാനത്തുള്ള 2400 പോലീസിന് പുറമെ അധിക ബാച്ച് കൂടി ഇന്ന് ചുമതലയേൽക്കുന്നത്. അത് തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. കാരണം ക്രിസ്മസ് അവധി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായർ, 2 അവധി ദിവസങ്ങൾ വരുന്നു. വലിയ തീർത്ഥാടകരുടെ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതിനെല്ലാം പുറമെ ഇനിയിപ്പോൾ 4 ദിവസം കൂടി മാത്രമേ മണ്ഡല പൂജയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ ഒരു ദിവസം ആകെ ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം മാത്രം ഇന്നലെ വൈകുന്നേരം 8 മണിവരെ ദർശനം നടത്തിയിട്ടുണ്ട്. അത് 86,000 പേരാണ് ഇന്നലെ 8 മണിവരെ ദർശനം നടത്തുന്നത്. അതിന് പുറമെ അവസാന കണക്ക് വരുമ്പോൾ അത് 90,000-ന് മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ക്യൂ ആണ്. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ക്യൂ കോംപ്ലക്സ് കവിഞ്ഞ് പുറത്തേക്ക് വരാറില്ല. പക്ഷേ ഇന്നത് ഒരു യു ഷേപ്പിലെത്തി പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയ്ക്ക് ആൾ, കുട്ടികളടക്കം, ഈ പരീക്ഷാകാലം അവസാനിച്ചതോടെ കുട്ടികളടക്കം സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ അറിയിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. അശ്വിൻ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നമ്മൾ നേരത്തെ കണ്ട വൈപ്പിലല്ല എന്ന് പറയാം. കാരണം വെച്ചാൽ തിരക്കുകൾ കൂടി വരുന്നു. ജങ്കാർ ഒന്നുകൂടി മറുകരയിൽ നിന്നുള്ള വാഹനങ്ങളും ആൾക്കാരും ഒക്കെ, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വൈപ്പിൻ കൊച്ചി വാട്ടർ മെട്രോയുടെ ഓഫീസ് ഉള്ളത്. ഇപ്പോൾ വാട്ടർ മെട്രോ, അതുപോലെ ജങ്കാർ, ഇതെല്ലാം ചേരുന്നൊരു സ്ഥലമാണ്. നമുക്കൊന്ന് കുറച്ച് മുന്നോട്ട് നടക്കാം. അതെ. അപ്പോൾ ഇവിടുന്ന് പ്രേക്ഷകർ കുറച്ചുകൂടെ ഇതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടും. ഇതാണ് വൈപ്പിനിലെ ജങ്കാർ സർവീസ് തുടങ്ങുന്ന ഇടം. ഇവിടെ നിന്നാണ് ജങ്കാർ തുടങ്ങുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. അത് ചക്കക്കുരുവിന്റെ തൊലി നമ്മൾ എന്ത് ചെയ്യും സാധാരണ കളയാ. എന്നാ ചക്കക്കുരുവിന്റെ തൊലി സാധാരണ കളയുന്ന പതിവ് അതിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് ഒരു കാര്യം. അവ കളയരുത് എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് കാരന്തൂർ സ്വദേശിനിയായ ഒരു വീട്ടമ്മ. അതിന് ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? അതിമനോഹരമായ പൂക്കളാണ് ഈ ചക്കക്കുരുവിന്റെ തൊലിയിൽ നിന്ന്. ചക്കക്കുരു പൂക്കളുടെ കാഴ്ചയിലേക്കാണ്. അതെ. ഇതെല്ലാം ചക്കക്കുരുവിന്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. മുല്ല, റോസ്, സൂര്യകാന്തി തുടങ്ങി വ്യത്യസ്ത തരം പൂക്കളാണ് റോസമ്മ നിർമ്മിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്നവയാണ് 69-കാരിയായ ഈ വീട്ടമ്മയുടെ പൂക്കൾ. കൈ കിട്ടുന്ന എന്ത് വസ്തുക്കൾ കൊണ്ട് ഞാൻ പൂക്കൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ചക്കക്കുരു കണ്ടപ്പോൾ അതിൻ്റെ തോടും കൊണ്ട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി. ആദ്യം എനിക്ക് ഒരു തരം പൂവ് ഉണ്ടാക്കാനേ അറിയാമായിരുന്നുള്ളൂ. പിന്നെ പല പ്രാവശ്യമായി ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ പലതരം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റിയത്. ആദ്യം ഞാൻ 100 നിറങ്ങളിൽ 1000 പൂക്കൾ ഒരു ചട്ടിയിൽ അറേഞ്ച് ചെയ്ത് അത് വിറ്റിരുന്നു. അതിന് എനിക്ക് 10,000 രൂപ കിട്ടിയിരുന്നു. ഇത്തരം നിർമ്മാണങ്ങൾക്ക് പുറമെ ഇതെല്ലാം എങ്ങനെ തയ്യാറാക്കാം എന്ന് വിവരിക്കുന്ന പുസ്തകവും ഇവർ രചിച്ചിട്ടുണ്ട്.
വാടാമലർ ചക്കയിൽ വിരിയുന്ന പൂക്കൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. 100-ലും കൂടുതൽ തരം പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ചക്കക്കുരുവിൻ്റെ തോട് എടുക്കാമെന്നോ എങ്ങനെയാണ് പൂക്കൾ ആക്കി മുറിച്ചെടുക്കുന്നത് എന്ന എല്ലാം പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിൽ നഴ്സായിരുന്ന റോസമ്മ 2011-ലാണ് വിരമിച്ചത്. ഭർത്താവ് അലക്സ്, മകൻ റോബി അലക്സ് എന്നിവർക്കൊപ്പം പിന്തുണയുമായി സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഭാവനയും അല്പം പരിശ്രമവും മനോഹരമായ പൂക്കളുടെ നിർമ്മാണത്തിലൂടെ വിസ്മയം തീർക്കുകയാണ് ഈ വീട്ടമ്മ. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കാരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ സൂര്യന്റെ ഉദയം. വൈപ്പിനിലെ സൂര്യോദയമാണ് പ്രേക്ഷകർ കാണുന്നത്. സൂര്യനുണ്ട് ആ ഫ്രെയിമിൽ, ഒരു പക്ഷിയുണ്ട്. വിഷ്ണു ഉദയനാണ് ഈ സൂര്യോദയത്തിന്റെ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നത്. അത് കൊതിയോടെ നോക്കി സൈഡിൽ രാഹുൽ VS-ഉം സുഭാഷും നമ്മുടെ ഡയസും ഒക്കെ നിൽപ്പുണ്ട്. പത്ര വാർത്തകളിലേക്ക് പെട്ടെന്ന് പോയാലോ? ചേച്ചി, നമ്മുടെ ജങ്ക സർവീസ് വൈപ്പിൽ നിന്നും തിരിച്ച് വടകരയിലേക്ക് സർവീസ് പുറപ്പെടാൻ പോകുന്നു. നല്ല തിരക്കുണ്ട്. ആകാശവാണി പ്രേക്ഷകർ നമ്മുടെ പിറകിൽ കാണാം. അപ്പോ ഒരു വ്യത്യസ്ത അനുഭവമാണ് നമ്മൾ വൈപ്പിൽ നിൽക്കും നമുക്കുള്ളത്. പെട്ടെന്ന് നമ്മുടെ വാർത്തകളിലേക്ക് വന്നു. എന്താണ് മാതൃഭൂമി പറയുന്നത്? മാതൃഭൂമിയിൽ പറയുന്നത് കേരള ബാങ്കിന്റെ പേരിലും തൊഴിൽ തട്ടിപ്പ് എന്ന വാർത്തയാണ്. ASIയുടെ പേരിലും കേസുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് 3 കേസിൽ നിന്നായി തട്ടിയത് 68 ലക്ഷം രൂപയാണ്. ശരി, മംഗളമാണെന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. മംഗളത്തിന്റെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് ഈ ജീവനെടുക്കാനോ നിക്ഷേപങ്ങൾ എന്ന രീതിയിലാണ് എഡിറ്റോറിയൽ ഹെഡർ കൊടുത്തിരിക്കുന്നത്. നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാത്തതിൽ മനംനൊന്ത് സംസ്ഥാനത്ത് വീണ്ടും ഒരു ആത്മഹത്യ കൂടി. നേരത്തെ നമ്മൾ കട്ടപ്പനയിലെ കാര്യം പറഞ്ഞതാണ്, സാബുവിന്റെ ആത്മഹത്യ. അതിനെക്കുറിച്ചാണ് മംഗളം ഇന്ന് എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലെ ആ ഒരു കാർട്ടൂൺ കാകദൃഷ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മന്നം ജയന്തിയിൽ മുഖ്യ പ്രഭാഷകനാകാൻ ചെന്നിത്തലയെ ക്ഷണിച്ച് NSS, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ചെന്നിത്തല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ക്യാപ്ഷൻ കമന്റ് പറയുകയാണ്, മുഖ്യമന്ത്രി എന്നാൽ താക്കോൽ സ്ഥാനം. ഇനി IFFK ഇന്നലെയാണ് കൊടിയിറങ്ങിയത്. IFFKയുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി മംഗളം നൽകുന്നുണ്ട്. രാജ്യാന്തര ചലച്ചിത്രമേള സുവർണ ചകോരം ബ്രസീലിയൻ ചിത്രം മാലുവിന് എന്ന് പറയുന്നു. രജത ചകോരം ഇറാനിയൻ സംവിധായകൻ ഹർഷാദ് ഹാഷ്മിക്ക് എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് എടുത്തു വരേണ്ട കാര്യമാണ് 24-നും പുരസ്കാരങ്ങളുണ്ട്. നമ്മുടെ സലീം മാലിക്കിനും അജീഷ് ജയകുമാറിനും പ്രത്യേക ജൂറി പുരസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ സുന്ദരിമാർ ഇന്നലെ കൊച്ചിയിൽ അണിനിരന്ന സമയമാണ്. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന മിസ് കേരള 2024 മത്സരത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുന്ദരിമാരിങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതിൽ സൗന്ദര്യം മാത്രമല്ല, ഒപ്പം തന്നെ അവരുടെ ബുദ്ധി, ചിന്താശേഷിയൊക്കെ പരിശോധിക്കുന്ന ഒരു മംഗളത്തിന്റെ സ്പോർട്സ് പേജിൽ കണ്ടോ, ഗംഭീര സ്മൃതി എന്ന് പറയുന്ന രീതിയിൽ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ വനിതകൾക്ക് T20 പരമ്പര 50-ൽ റെക്കോർഡിട്ട് സ്മൃതി മന്ദാന എന്ന രീതിയിൽ ഒരു വാർത്ത നൽകുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ അവസാന മത്സരം ജയിച്ച ഇന്ത്യ 2-1-നാണ് കിരീടം നേടിയതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഊരുവാസികളുടെ സ്വന്തം ഡോട്ടർ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലേക്ക് അവിടുത്തെ ഊരിലെത്തിയ ഉന്നതി ഡോക്ടറമ്മയുടെ വണ്ടി കണ്ടതോടെ കുട്ടികളുടെ സംഘം ഒളിച്ചു നിൽക്കുന്നവരെ കയ്യോടെ പിടികൂടി ഡോക്ടർ ഊരുവാസികൾക്ക് ചികിത്സ നൽകി. ഇന്ന് പല്ല് തേച്ചിട്ടില്ലേ എന്നൊക്കെയുള്ള ചെറുചിരിയോടുള്ള ചോദ്യം ഇതൊക്കെയുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം ഈ ഇൻഫോ പാർക്കിനടുത്ത്, കൊച്ചി ഇൻഫോ പാർക്കിനടുത്ത് ഒരു ഹെൽമെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അത് പെട്ടെന്ന് ചർച്ചയായി. കാരണം ആ ഹെൽമെറ്റിനകത്തൊരു ഇലക്ട്രോണിക് ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോംബാണെന്നൊക്കെ സംശയങ്ങൾ വന്നു. പക്ഷെ പിന്നീട് അത് ബോംബല്ല, വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു പ്രത്യേക ഹെൽമെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഹെൽമെറ്റിനുള്ളിൽ ബോംബ്, പിന്നീട് നാടകീയ വഴിത്തിരിവ് എന്നാണ്. പഠനാവശ്യത്തിനുള്ള ഭാഗമായ ഉപകരണമെന്ന് വ്യക്തമായതോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതായിരുന്നു ശരിക്കും ആ ഡിവൈസ്. പക്ഷെ അത് ആദ്യം ബോംബാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളെ ഒരു സ്പോർട്സ് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് അവിടെ നിന്ന് കൃത്യമായി നിർദ്ദേശം നൽകുന്നുണ്ട്. മതിയാക്കിയിട്ട് ആ ജങ്കാറി കയറി പോവാൻ, ഓഫീസിൽ നമ്മൾ വരുന്ന കാര്യം താങ്കൾ മറക്കരുത്. അപ്പോൾ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ ഒരല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി. ഇപ്പോൾ 126-ാം സ്ഥാനത്താണ് പുതിയ റാങ്കിങ്ങിൽ. നിലവിലെ ലോക ചാമ്പ്യനായ അർജന്റീന, ഫ്രാൻസ്, യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ എന്നീ ടീമുകളാണ് യഥാക്രമം ആദ്യ 5 സ്ഥാനങ്ങളിൽ. അർജന്റീനയാണ് 1-ാം സ്ഥാനത്ത്. അർജന്റീന. അപ്പോൾ അവിടെ ഇരിക്കുന്ന സനൂപ് ബ്രസീലും ഇവിടെ ഇരിക്കുന്ന സ്പെയിൻ പ്രജനുമൊക്കെ കേട്ടല്ലോ, അർജന്റീനയാണ് 1-ാമത്. ഓക്കെ,
വിപണികൾ കൂപ്പുകുത്തി എന്ന് പറയുന്ന ക്രിസ്റ്റീന ചെറിയാന്റെ എന്താണ് മനസ്സിൽ ഇടുത്തി വീഴുന്ന വാർത്തയാണ്. വിപണികൾ കൂപ്പുകുത്തി. തുടർച്ചയായ 5ാം വ്യാപാര ദിനത്തിലും ഓഹരി വിപണികൾ കൂപ്പുകുത്തിയിരിക്കുന്നു. ബോംബെ സെൻസെക്സ് 1176.45 താഴ്ന്ന് 72,041.59 പോയിന്റിൽ ക്ലോസ് ചെയ്തു എന്നാണ് വാർത്ത. കാരണം അറിയാമോ? പറഞ്ഞു. അമേരിക്ക ചതിച്ചു ആശാനെ, അമേരിക്ക ചതിച്ചു. കാരണം ഫെഡറൽ റിസർവ് 2 തവണയെ പലിശ നിരക്ക് കുറയ്ക്കൂ എന്ന വാർത്ത, അമേരിക്കയിൽ നിന്ന് വരുന്ന പുതിയ രാഷ്ട്രീയ വാർത്തകൾ, ഇതൊക്കെയാണ് ഓഹരി വിപണിയിൽ ജങ്കാർ പുറപ്പെടുന്നു. ജങ്കാർ നല്ല ശബ്ദമുണ്ട്. ഞാൻ ഇത്രയും അടുത്ത് നിന്ന് ജങ്കാർ പുറപ്പെടുന്ന ആദ്യമായിട്ട് കാണുക. അപ്പോൾ അങ്ങനെ ജങ്കാർ മറുകരയിലേക്ക് നീങ്ങുന്നുണ്ട്. നമ്മുടെ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സർവകലാശാല വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സയന്റിഫിക് അസിസ്റ്റന്റ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. MG സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി ഇൻസ്ട്രുമെന്റേഷൻ സെന്ററിൽ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം എന്ന വാർത്തയാണ്. 1 വർഷത്തേക്കാണ് നിയമനം. പിന്നെ പ്രാക്ടിക്കൽ എക്സാംസിന്റെ കാര്യം പറയുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ BVOC അപ്ലൈഡ് അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ എന്ന പരീക്ഷ പ്രാക്ടിക്കൽ ജനുവരി 3 അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിൽ നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിലുണ്ട്. ശബരിമലയിൽ പോകുന്നവർക്ക് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ പരാതിപ്പെടാമെന്ന വാർത്ത വരുന്നുണ്ട്. മോർണിംഗ് വാക്ക് പൂർത്തിയാക്കാനുള്ള സമയമാണ്.